ഇനി നമ്മൾ നോക്കുന്നത് ആൽക്കൈൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. നമുക്കറിയാം ആൽക്കൈൻസിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അവരെ രണ്ടുപേരുടെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അടുത്തടുത്തുള്ള വാല്യൂസ് ആണ്, സെയിം ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ട് ദേ ഹാവ് എ കോവാലന്റ് ബോണ്ട്. സോ അതുകൊണ്ട് അവർ നോൺ പോളാർ കോമ്പൗണ്ട്സ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ആൽക്കൈൻസ് ആർ നോൺ പോളാർ കോമ്പൗണ്ട്സ്. ഇനി അവരുടെ ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് കുറച്ച് വീക്ക് ആയിട്ടുള്ള ബോണ്ട് തന്നെയാണ്. വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ആണ് അതിനിടയിലുള്ളത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കോമ്പൗണ്ട്സിൽ ഇവരുടെ ഹോമോലോഗസ് സീരീസ് നമ്മൾ എടുത്ത് നോക്കിയാൽ ആദ്യത്തെ ഒരു 4 മെമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്ന് പറയുന്നവരെല്ലാവരും തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് കാണപ്പെടുക. ദെൻ അടുത്ത ഒരു 12 പേര് C5, അതായത് പെൻറ്റൈൻ മുതൽ C17 വരെ, ഹെപ്റ്റാഡെക്കൈൻ വരെയുള്ള ആളുകൾ, അവർ എന്ന് പറയുന്നവർ ലിക്വിഡ് ഫോമിലാണ് കാണപ്പെടുക. ദെൻ എബോവ് ദം 18 മുതൽ അങ്ങോട്ടേക്കുള്ള ഹയർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, ദെയർ ഓൾ എക്സിസ്റ്റ് ഇൻ ദി സോളിഡ് ഫോം. സോ ഇതാണ് ആൽക്കൈൻസിന് ജനറൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ കളർലെസ്, ഓർഡർലെസ്. അതുകൊണ്ടാണല്ലോ LPG സിലിണ്ടറിൽ ബ്യൂട്ടൈൻ ഉള്ളത് കൊണ്ട് നമുക്കതിന് കളറും ഇല്ല, മണവുമില്ല. സോ അത് ലീക്കായാൽ അറിയാൻ വേണ്ടി നമ്മൾ മീഥൈൽ മെർക്കാപ്റ്റൈൻ ആഡ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇവിടെയും, ഇവർക്ക് കളറും ഇല്ല, ഓർഡറും ഇല്ല. ദെൻ ദേ ആർ നോൺ പോളേഴ്സ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് വെള്ളത്തിൽ ഡിസോൾവും ആവില്ല. കാരണം കെമിസ്ട്രിയിൽ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. പോളാർ കോമ്പൗണ്ട്സ് പോളാർ സോൾവെന്റ്സിൽ മാത്രമേ ഡിസോൾവ് ആവുകയുള്ളൂ. നോൺ പോളാർ കോമ്പൗണ്ട്സ് നോൺ പോളാർ സോൾവെന്റ്സിൽ മാത്രമേ ഡിസോൾവ് ആവുകയുള്ളൂ. ഒരു നോൺ പോളാർ സോൾവെന്റിന്റെ എക്സാമ്പിൾ ആണ് പെട്രോൾ, കെറോസിൻ, അതെല്ലാം തന്നെ. പോളാർ സോൾവെന്റിന്റെ എക്സാമ്പിൾ ആണ് വാട്ടർ. അതുകൊണ്ട് പോളാർ സോൾവെന്റ് ആയിട്ടുള്ള വെള്ളത്തിൽ ഈ ആൽക്കൈൻസ് ആരും തന്നെ എന്ത് ചെയ്യില്ല, ഡിസോൾവ് ആവുകയില്ല. സോ അതുകൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി ഇവിടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിയാൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് റിയാക്ഷൻസ് നോക്കുവാനായിട്ടുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നമ്മൾ 10th ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ എന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം, an atom or a group of atoms are replaced by another atom or group of atoms. ഇവിടെ ആരെ റീപ്ലേസ് ചെയ്യുന്നു എന്ന് നോക്കിയാൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുകയാണ്. പകരം ആർക്ക് വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാം. നമ്മളിവിടെ ഹാലജനേഷനാണ് നോക്കുവാനായിട്ട് പോകുന്നത്. അതായത് ഒരു ഹാലജൻ ഹൈഡ്രജന് റീപ്ലേസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ മീഥൈൻ എടുത്തു along with ക്ലോറിൻ. ഈ റിയാക്ഷൻ നടക്കാൻ നമുക്ക് എനർജിയുടെ ആവശ്യമുണ്ട്. സോ നോർമലി നമ്മൾ സൺലൈറ്റ് ആണ് ഉപയോഗിക്കുക. സൺലൈറ്റിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. സോ സൺലൈറ്റ് എന്നതിനായിട്ട് ഞാൻ സിമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട് HNO. സോ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ക്ലോറിൻ വരും. ഇവിടെ ഇനീഷ്യൽ എത്ര ഹൈഡ്രജൻ ഉണ്ടായിരുന്നു? 4 ഹൈഡ്രജൻ. അതിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്താൽ റിമൈനിങ് 3 ഹൈഡ്രജൻ. അതിന് കൂടെ ആര് വന്നു? ഒരു ക്ലോറിൻ കൂടി വരും. അത് നമുക്ക് കിട്ടുന്ന സൈഡ് പ്രോഡക്റ്റ് ആരാണ്? HCl. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതുകൂടെ ഒന്ന് നോക്കിയാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. സോ CH4 + Cl2 is CH3Cl, മീഥൈൽ ക്ലോറൈഡ്. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ആര്? മീഥൈൽ ക്ലോറൈഡ് along with HCl. ഇനി ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് അടുത്ത റിയാക്ടന്റ് ആയിട്ട് യൂസ് ചെയ്യാം. സെയിം പ്രോസസ്. അഗൈൻ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ആര് വരും? ഒരു ക്ലോറിൻ വരും. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3. അതിൽ ഒരാളെ റീപ്ലേസ് ചെയ്താൽ റിമൈനിങ് നമുക്ക് 2 ഹൈഡ്രജൻ ഉണ്ട്. ആൻഡ് ഓൾറെഡി ഒരു ക്ലോറിൻ ഇവിടെ ഉണ്ട്. ഇനി പുതിയതായിട്ട് ഒരാൾ കൂടി വരികയാണ്. സോ CH2Cl2 അതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ആൻഡ് അഗൈൻ സൈഡ് പ്രോഡക്റ്റ് ആര് തന്നെയാണ്? HCl. Okay, then CH2Cl2 + Cl2 gas. Again ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വരും. ഇവിടെ 2 ഹൈഡ്രജൻസ് ഉണ്ട്. അതിൽ ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ റിമൈനിങ് നമുക്ക് 1 ഹൈഡ്രജൻ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ആൻഡ് ഓൾറെഡി 2 ക്ലോറിൻ ഉണ്ട്. ഇനി ഒരു ക്ലോറിൻ കൂടി അങ്ങോട്ട് വന്നാലോ അത് ടോട്ടലായിട്ട് 3 ക്ലോറിൻ ആയിട്ട് മാറും. ആൻഡ് വി വിൽ ഗെറ്റ് ട്രൈക്ലോറോമീഥൈൽ, ട്രൈമീഥൈൽ ക്ലോറൈഡ്, സോറി മീഥൈൽ ട്രൈക്ലോറൈഡ്. ഓക്കെ, അതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, ആ റിമൈനിങ് ഉള്ള ഒരു ഹൈഡ്രജനെയും കൂടി ആര് റീപ്ലേസ് ചെയ്യുകയാണ്? ക്ലോറിൻ റീപ്ലേസ് ചെയ്യുകയാണ്. ആൻഡ് വി വിൽ ഗെറ്റ് കാർബൺ ടെട്രാ ക്ലോറൈഡ് CCl4. അങ്ങനെ എല്ലാ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ആര് വന്നു കഴിഞ്ഞു? ക്ലോറിൻ വന്നു കഴിഞ്ഞു. ഇനി റിയാക്ഷനിൽ ശ്രദ്ധിക്കേണ്ട 2 റൂൾസ് ഉണ്ട്. ഹാലജൻസിന്റെ പ്രയോറിറ്റി. ഇപ്പൊ ക്ലോറിൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ റിയാക്ഷൻ ചെയ്തത്. ക്ലോറിനേക്കാളും വേഗത്തിൽ ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ് ഫ്ലൂറിൻ. സോ ഹാലജൻസിന്റെ ഓർഡർ എന്ന് പറയുന്നത് ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ
അയഡിൻ. അതായത് ഞാൻ ക്ലോറിനും ഉപയോഗിച്ച് ഫ്ലോറിനും ഉപയോഗിച്ചാൽ ഫ്ലോറിൻ ആയിരിക്കും റിയാക്ഷൻ പെട്ടെന്ന് തന്നെ ചെയ്യുക. ദെൻ ക്ലോറിൻ, ദെൻ ബ്രോമിൻ, ദെൻ അയഡിൻ. അതാണ് ഹാലജൻസിന്റെ പ്രയോറിറ്റി ഓർഡർ. ഇതേ തന്നെ നമ്മൾ ആൽക്കെയിൻസിന്റെ കാര്യം നോക്കിയാൽ, ആ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കാര്യം നോക്കിയാൽ ഞാൻ എടുത്തിരിക്കുന്നത് പ്രൈമറി ആയിട്ടുള്ള ഒരു മീഥൈൻ ആണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ്സ് ആണ് എടുത്തിരിക്കുന്നത്. ടെർഷ്യറി കാർബൺ ആണെങ്കിൽ ആ കാർബൺ ആയിരിക്കും ഈ റിയാക്ഷനെ എത്രയും പെട്ടെന്ന് തരിക. അതിനേക്കാളും റിയാക്ടിവിറ്റി കുറവായിരിക്കും സെക്കൻഡറി കാർബൺ, അതിനേക്കാളും കുറവായിരിക്കും പ്രൈമറി. ദെൻ കംസ് മീഥൈൽ ഗ്രൂപ്പ്. സോ ആൽക്കൈൽസിന്റെ കാര്യം നോക്കുമ്പോൾ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അപ്പോൾ ഒരേ സമയം നമുക്കൊരു സെക്കൻഡറി കാർബണും ഉണ്ട്, ടെർഷ്യറി കാർബൺ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ടെർഷ്യറി കാർബൺ ആയിരിക്കും ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഹാലജിനേഷൻ റിയാക്ഷൻ എത്രയും പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സബ്സ്റ്റിറ്റ്യൂഷന്റെ മെക്കാനിസം എന്ന് പറയുന്നത് 3 സ്റ്റെപ്പായിട്ടാണ് റിയാക്ഷൻ നടക്കുക. ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ഫൈനലി ടെർമിനേഷൻ. അപ്പൊ ഓരോ സ്റ്റെപ്സും എന്താണ്, ഓരോ സ്റ്റെപ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇനീഷ്യേഷൻ സ്റ്റെപ്പ്. സോ ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യാനായിട്ട് പോവുകയാണ്, ഒരു ഹോമോലിറ്റിക് ഫിഷൻ നടക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ 3 ടൈപ്പ് ബോണ്ട്സ് നമുക്കുണ്ട്. നമ്മൾ എടുത്തത് മീഥൈൻ ആണ്. മീഥൈൻ ആയതുകൊണ്ട് അവിടെ കാർബണും ഹൈഡ്രജനും ബോണ്ടേ ഉള്ളൂ. നമ്മൾ ഹയർ ആൽക്കൈൻസ് ഈഥൈൻ, പ്രൊപ്പൈൻ ഒക്കെ എടുത്താൽ അവിടെ കാർബൺ ബോണ്ട് കൂടി വരും. ആൻഡ് ദെൻ ദ ബോണ്ട് ബിറ്റ്വീൻ ദി ഹാലജൻസ്. ഇങ്ങനെ 3 ടൈപ്പ് ബോണ്ട്സ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ ഹാലജൻസിന്റെ ഇടയിലുള്ള ബോണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മളടുത്ത് ക്ലോറിൻ ആണല്ലോ, സോ സിഎലിന്റെ ഇടയിലുള്ള ആ ഒരു ബോണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ബോണ്ട്. ഈ 3 ബോണ്ട്സിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, കാർബൺ ബോണ്ട് ആൻഡ് ദ ബോണ്ട് ബിറ്റ്വീൻ ദ ഹാലജൻസ്. അല്ല, ഹാലജൻസിന് ഇടയിലുള്ള ബോണ്ടാണ് കുറച്ച് വീക്ക് ആയിട്ടുള്ള ബോണ്ട്. അതുകൊണ്ട് ആ ബോണ്ട് ആയിരിക്കും ആദ്യം ബ്രേക്ക് ആവുക. സോ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആ ഒരു ബോണ്ടിന് ഹോമോലിറ്റിക് ഫിഷൻ നടക്കുകയാണ്. ആൻഡ് വി വിൽ ഗെറ്റ് 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ്. നമുക്ക് 2 ഫ്രീ റാഡിക്കൽസ് കിട്ടി. ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് 2 കിട്ടി. ആൻഡ് അറിഞ്ഞു വയ്ക്കുക, ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. സോ അവർ ആരെ കണ്ടാലും അവർ അറ്റാക്ക് ചെയ്യും, റിയാക്ട് ചെയ്യാനായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ക്യാരക്ടർ ഉള്ളവരാണ് ഫ്രീ റാഡിക്കൽസ്. സോ ഇതാണ് നമ്മളുടെ ഇനീഷ്യേഷൻ സ്റ്റെപ്പ്, ദ ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. ആൻഡ് ഹിയർ ദ ഫോർമേഷൻ ഓഫ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ്. ഇനി പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അത് നമ്മൾ എടുത്തിരിക്കുന്ന കോമ്പൗണ്ടിന്റെ എണ്ണത്തിനും ആൾക്കും അനുസരിച്ച് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടാവും. നമ്മൾ അതിൽ 1-2 മാത്രം ഡിസ്കസ് ചെയ്യാം. സോ ആ ഫോം ചെയ്തിരിക്കുന്ന Cl റാഡിക്കൽ നമ്മളുടെ മീഥൈന് വന്നിട്ട് അറ്റാക്ക് ചെയ്യും, നമ്മളെ മീഥൈനെ അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇവിടെ നിന്നും ഒരു ഹൈഡ്രജൻ എഗെയിൻ ഫ്രീ റാഡിക്കലായിട്ട് ആ Clന്റെ കൂടെ പോകും. അതെങ്ങനെ പോകുന്നു എന്ന് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മീഥൈൻ എന്ന് പറയുന്ന ആള്. വന്നിരിക്കുന്നത് ആരാണ്? ക്ലോറിൻ ഫ്രീ റാഡിക്കൽ. അപ്പോൾ കാർബണിനും ഹൈഡ്രജനും ഇടയിലുള്ള ബോണ്ട് ഇതേപോലെ ഹോമോലിറ്റിക് ഫിഷൻ നടക്കും. സോ നമുക്ക് CH3 ഫ്രീ റാഡിക്കലും കിട്ടും, ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും കിട്ടും. അതിൽ ആ ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും ക്ലോറിൻ ഫ്രീ റാഡിക്കലും അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് HCl ആയിട്ട് മാറുന്നത്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 ഫ്രീ റാഡിക്കൽ, മീഥൈൽ ഫ്രീ റാഡിക്കൽ അലോങ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് HCl. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്. ഇനിയിപ്പോ CH3 ഫ്രീ റാഡിക്കൽ കിട്ടിയില്ലേ, ഈ CH3 ഫ്രീ റാഡിക്കൽ അടുത്ത CH4നെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത Cl2നെ അറ്റാക്ക് ചെയ്യും. ആരെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യും. ഒരുപാട് ടൈപ്പിൽ റിയാക്ഷൻസ് നടക്കും. ഞാൻ അതിൽ ഒരു മെത്തഡ് കൂടി കാണിച്ചു തരാം. ഈ CH3 ഫ്രീ റാഡിക്കൽ അടുത്ത ക്ലോറിനെ അറ്റാക്ക് ചെയ്തു. അപ്പൊ എഗൈൻ ഇവരുടെ ബോണ്ടും ഇതേപോലെ ഹോമോലിറ്റിക് ഫിഷൻ നടക്കും. എന്നിട്ട് ഈ ക്ലോറിൻ ആരുടെ കൂടെ പോവും? ഈ CH3 ഫ്രീ റാഡിക്കലിന്റെ കൂടെ പോവും. അപ്പൊ ഈ ഫ്രീ റാഡിക്കലും ആ ക്ലോറിൻ ഫ്രീ റാഡിക്കലും കൂടി ചേർന്ന് CH3Cl ആയിട്ട് മാറും. ആൻഡ് റിമൈനിങ് ആരുണ്ട്? ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ. ആ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഇതേപോലെ അടുത്ത റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യും. ഇനി അതല്ലെങ്കിൽ ഇയാൾ ആ മീഥൈൽ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞ ആള് നമ്മളെ മീഥൈനെ തന്നെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്നും ഒരു H റാഡിക്കൽ പോവും, ഹൈഡ്രജൻ റാഡിക്കൽ പോവും. റിമൈനിങ് ആരുണ്ട്? CH3 റാഡിക്കൽ. ആ CH3 റാഡിക്കലും ഈ CH3 റാഡിക്കലും കൂടി ചേർന്നിട്ട് ഈഥൈനായിട്ട് മാറും. ഇങ്ങനെ നമുക്ക് വെറൈറ്റി ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ കിട്ടുന്ന ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ ഇതേപോലെ മറ്റുള്ള കോമ്പൗണ്ടിനെ, മറ്റുള്ള സ്പീഷീസിനെ അറ്റാക്ക് ചെയ്യും. സോ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് ഒരുപാട് ഉള്ളതാണ്. ആൻഡ് ഫൈനലി ടെർമിനേഷൻ സ്റ്റെപ്പ്. ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ ഇനീഷ്യേഷൻ സ്റ്റെപ്പിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാം.
ഇനീഷ്യേഷൻ സ്റ്റെപ്പിൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തു, ടെർമിനേഷൻ സ്റ്റെപ്പിൽ ഫ്രീ റാഡിക്കൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു മീഥൈൽ ഫ്രീ റാഡിക്കൽ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവ രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്ത് മീഥൈൽ ക്ലോറൈഡ് ആയിട്ട് മാറും. അങ്ങനെ ഏത് ഫ്രീ റാഡിക്കൽസ് ആണ് അവിടെ ഉള്ളത് അവർ പരസ്പരം ജോയിൻ ചെയ്യും. അത് ആര് വേണമെങ്കിലും ആവാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തുന്നേ ഉള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ CH3 CH2 ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തിട്ടുണ്ടാവും. ആ ഫ്രീ റാഡിക്കലിന്റെ കൂടെ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട, ഒരു CH3 ഫ്രീ റാഡിക്കൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് അവർ വീണ്ടും ജോയിൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? CH3 CH2 CH3. അങ്ങനെ വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ആ ടെർമിനേഷൻ സ്റ്റെപ്പിൽ കിട്ടും. സോ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ 3 സ്റ്റെപ്സ് നന്നായിട്ട് അറിഞ്ഞു വയ്ക്കുക. ഇനീഷ്യേഷൻ, ദ ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്, പ്രൊപ്പഗേഷൻ, carrying out the reaction continuously, and termination of the compounds, termination of the reaction by the combination of the free radicals. So ഇതാണ് നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കമ്പോസിഷൻ റിയാക്ഷൻ. കമ്പോസിഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഹൈഡ്രോകാർബൺസ് ബേൺസ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ഓർ ഡയോക്സിജൻ ആൻഡ് ഫോംസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ വിത്ത് എ ലിബറേഷൻ ഓഫ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. സോ ഹൈഡ്രോകാർബൺസ് ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുകയാണ്. ആൻഡ് ദ പ്രോഡക്ട്സ് ആർ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ along with the liberation of energy, heat energy. സോ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. സോ ഇവിടെ റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതും ഓൾറെഡി ഞാൻ ചെയ്തിരുന്ന ആ വീഡിയോ തന്നെ ഉള്ളതാണ്. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാനായിട്ട് സാധിക്കും. അതുകൂടി ഒന്ന് നോക്കുക. എന്നാലും ഞാൻ ജനറൽ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. C7H16 നമുക്ക് നോക്കാം. ഹെപ്റ്റെയിൻ നോക്കാം. C7H16. സോ ഓക്സിജന്റെ കൂടെയാണ് കമ്പൈൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ പ്ലസ് O2 which will give the products obtained are CO2 and water along with the liberation of heat energy. ഇനി ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യണം, റിയാക്ഷൻ ഒന്ന് ബാലൻസ് ചെയ്യണം. സോ റിയാക്ടൻസ് സൈഡ് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. 7 കാർബൺ ഉണ്ട് എങ്കിൽ 7 കാർബൺ ഡയോക്സൈഡും വേണം. സോ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എത്രയാണോ ആ നമ്പർ കാർബൺ ഡയോക്സൈഡിന്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുക, 7. ഇനി ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കുക. 16 ഹൈഡ്രജൻ ഉണ്ട്. വാട്ടർ മോളിക്യൂളിൽ എത്ര ഹൈഡ്രജനാണ് ഉള്ളത്? 2 ഹൈഡ്രജൻ. അപ്പോൾ 16 എണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 8 വാട്ടർ മോളിക്യൂൾസ് വേണം. അതായത് ഇവിടെ എത്ര ഹൈഡ്രജൻ തന്നിട്ടുണ്ടോ അതിന്റെ പകുതി, 16ന്റെ പകുതി 8 H2O. ഇനി ഓക്സിജൻ ബാലൻസ് ചെയ്യണം. പ്രോഡക്റ്റ് സൈഡ് നോക്കുക എത്ര ഓക്സിജൻ ഉണ്ടെന്ന്. 7 × 2 14, 8 × 1 8, 14 + 8 22 ഓക്സിജൻസ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് സൈഡ് ഉള്ളത്. ഇവിടെ O2 എന്നാണ്. 22 വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി 11 എടുക്കണം. സോ എത്ര ഓക്സിജൻ ഉണ്ടോ അതിന്റെ പകുതി 22, അതിന്റെ പകുതി 11 O2. സോ ഇങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ ബാലൻസ് ചെയ്യുക. സോ ഹെപ്റ്റെയിൻ combines with oxygen and forms 7 carbon dioxide and 8 H2O along with heat energy. ഇതേ തന്നെ ജനറൽ ഫോർമുല തന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇതേപോലെ ചെയ്യാം. ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല CnH2n + 2. സോ പ്ലസ് O2 we will get CO2 H2O heat energy. എത്ര കാർബൺ ഉണ്ട്? N. സോ N കാർബൺ ഡയോക്സൈഡ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2n + 2. 2n + 2ന്റെ ഹാഫ് എടുത്ത് നോക്കിക്കോളൂ. 2n + 2 / 2 = 2 × n + 1 / 2 n + 1 എന്ന് കിട്ടും നമുക്ക്. 2n + 2ന്റെ പകുതി എന്ന് പറയുമ്പോൾ n + 1. സോ n + 1 വാട്ടർ മോളിക്യൂൾസ് ആയിരിക്കും നമുക്ക് കിട്ടുക. n + 1 വാട്ടർ മോളിക്യൂൾസ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എത്ര ഓക്സിജൻ ഉണ്ടെന്ന് നോക്കിക്കേ. n × 2 2n, n + 1 × 1 n + 1. സേ ടോട്ടൽ ഓഫ് 3n + 1 ഓക്സിജൻ ആണ് റൈറ്റ് സൈഡ് ഉള്ളത്. സോ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര വരും? 3n + 1 / 3n + 1 / 2 അത്രയും ഓക്സിജൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് കംപ്ലീറ്റ് കമ്പഷൻ ആണ്. കംപ്ലീറ്റ് കമ്പഷൻ നടക്കുമ്പോഴാണ് നമുക്ക് കാർബൺ ഡയോക്സൈഡും വാട്ടറും കിട്ടുക. ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിറ്റുവേഷൻ മേ ബി വി വിൽ ഗെറ്റ് കാർബൺ മോണോക്സൈഡ് ഓർ കാർബൺ ഇറ്റ്സെൽഫ് വിച്ച് ഈസ് നോൺ ആസ് കാർബൺ ബ്ലാക്ക്. കാർബൺ ബ്ലാക്ക് ആയിരിക്കും നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. CH4 combined with oxygen
ഇൻകംപ്ലീറ്റ് കമ്പഷൻ. ഇവിടെ നമുക്ക് ആക്ച്വലി ഓരോ ഓക്സിജൻ പറ്റൂല, O2 മാത്രം പോരാ, നമുക്കിവിടെ 2O2 വേണം. ബട്ട് ആക്ച്വലി O2 ഉള്ളൂ. സോ ഓക്സിജന്റെ എമൗണ്ട് ഇവിടെ കുറവാണ്. സോ അതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞത്. ആൻഡ് പ്രോഡക്ട്സ് ഒബ്റ്റൈൻഡ് ആർ സി ആൻഡ് വാട്ടർ, കാർബൺ ബ്ലാക്ക് ആൻഡ് വാട്ടർ. സോ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നത്. അടുത്തത് കൺട്രോൾഡ് ഓക്സിഡേഷൻ ആണ്. നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഓക്സിഡേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിനനുസരിച്ച്, മെറ്റലിനനുസരിച്ച് നമുക്ക് വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് കിട്ടും. സോ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ട് ഒന്നും റിയേഷൻസ് ഒന്ന് നോക്കി വെക്കുക. ഇപ്പോൾ കോപ്പറിന്റെ ഓക്സൈഡ് ആണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആൽക്കഹോൾ കിട്ടുമായിരിക്കും. അതേ തന്നെ മോളിബ്ഡിനം വല്ലതും ഉപയോഗിക്കുകയാണെങ്കിൽ ആൽഡിഹൈഡ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ കൺട്രോൾഡ് ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡോ കാർബൺ മോണോക്സൈഡോ എന്നല്ല, അതല്ലാണ്ട് മറ്റു പല കോമ്പൗണ്ട്സ്, യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു പല കോമ്പൗണ്ട്സ് കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ഉള്ള ആൽക്കൈൻസ്, അതായത് പ്രൈമറി സെക്കൻഡറി പോലുള്ള ആൽക്കൈൻസ് ഒന്നും ഈ ഓക്സിഡേഷൻ അത്ര പെട്ടെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. പക്ഷെ അതേസമയം ടേർഷ്യറി കാർബൺ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ ടേർഷ്യറി കാർബൺസിനെ നമുക്ക് KMnO4 പ്രസൻസിൽ, അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രസൻസിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോൾ ആക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ടു മീഥൈൽ പ്രൊപ്പൈൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് സെൻട്രലുള്ള കാർബൺ എന്ന് പറയുന്നത്, സെക്കൻഡ് കാർബൺ എന്ന് പറയുന്നത് ഒരു ടേർഷ്യറി കാർബൺ ആണ്. സോ അത്തരം കാർബൺസ് ഉള്ളതെങ്കിൽ അവർ KMnO4 പ്രസൻസിൽ ഓക്സിഡേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. നമുക്ക് അവർ ഓക്സിഡേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. ആൻഡ് വി വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ആൽക്കഹോൾ. വി വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ആൽക്കഹോൾ. അപ്പൊ അതുകൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി ആൽക്കൈൻസിനെ എങ്ങനെ ഐസോമേഴ്സിലേക്ക് മാറ്റാമെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ചെയിൻ ഐസോമേഴ്സും കണ്ടു. അതെങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ, ഇൻ ദ പ്രസൻസ് ഓഫ് അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുകയാണ്. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവരവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമേഴ്സ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, CH3, CH2, 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 CH3. നമുക്ക് ഹെക്സേൻ തന്നെ എടുത്തു നോക്കാം. 6 കാർബൺ ആറ്റംസ് ഉണ്ട്. സോ വി ആർ ഹീറ്റിംഗ് ഇറ്റ് ദ പ്രസൻസ് ഓഫ് അലൂമിനിയം ക്ലോറൈഡ്, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്, അൺഹൈഡ്രസ് aluminum chloride and HCl. So by heating it, we will get the corresponding chained isomers or branched isomers. For example, we will get 2-methyl pentane or 3-methyl pentane or 2,3 dimethyl butane. So anything we may get. So ഒരു ആൽക്കൈന്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആൽക്കൈന് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദെയർ കറസ്പോണ്ടിങ് ഐസോമേഴ്സ്. സോ അതാണ് ഐസോമെർസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈക്ലൈസേഷൻ ആണ്, അല്ലെങ്കിൽ റീഫോമിങ്. ഇവിടെ നമ്മൾ ആൽക്കൈനിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈക്ലിക് കോമ്പൗണ്ട് ആക്കി മാറ്റുകയാണ്, അതായത് അരോമാറ്റിക് കോമ്പൗണ്ട് ആക്കി മാറ്റുകയാണ്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. റീഫോമിങ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹെക്സൈൻ തന്നെ എടുക്കാം. ഹെക്സൈൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല ഞാൻ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് വേണ്ട, ബോൺ ലൈൻ സ്ട്രക്ചർ ഞാൻ വരയ്ക്കാം, സിക്സാക് ഫോം ഞാൻ വരയ്ക്കാം. സോ ഹെക്സൈൻ്റെ സിക്സാക് ഫോം ഞാൻ വരച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്നും നമ്മൾ റിയാക്ഷൻ ഉപയോഗിക്കാൻ പോകുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ക്രോമിയത്തിന്റെ ഓക്സൈഡ്, അല്ലെങ്കിൽ വെനേഡിയം, അല്ലെങ്കിൽ മോളിബ്ഡിനം, അങ്ങനെയുള്ള ആളുകളുടെ ഓക്സൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് വനേഡിയം പെന്റോക്സൈഡ് ഉപയോഗിക്കാം. നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 773 കെൽവിൻ ടെമ്പറേച്ചർ ആണ്. ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 10 to 20 ആയിരിക്കും. സോ പ്രഷർ എന്ന് പറയുന്നത് 10 to 20 atm ആയിരിക്കും. ആ ഒരു കണ്ടീഷനെ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് അലൂമിനിയുടെ പ്രസൻസിലാണ് ഈ ഒരു റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തമ്മിൽ ജോയിനിങ് ആണ് സംഭവിക്കുക. ആ എൻസ് തമ്മിൽ ജോയിൻ ചെയ്യും, അങ്ങനെ അത് സൈക്ലിക് ആയിട്ട് മാറും. പോരാത്തതിന് വീണ്ടും ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യപ്പെടും. ഓൾറെഡി ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ടാണ്, ഡീഹൈഡ്രജനേഷൻ നടന്നിട്ടാണ്
അവർ തമ്മിൽ സൈക്ലിക് ആയിട്ട് മാറുക, വീണ്ടും ഡീഹൈഡ്രജനേഷൻ നടന്ന് അതൊരു റിംഗ് അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇങ്ങനെയുള്ള ആളുകൾ പരസ്പരം ജോയിൻ ചെയ്യും, പുതിയൊരു ബോണ്ട് ഫോം ചെയ്യും. ആ ടെർമിനൽ കാർബൺസിന്റെ ഇടയിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്യും. ദെൻ എഗെയിൻ ഹൈഡ്രജൻ റിമൂവ് ആയിട്ട് നമുക്കത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇവിടെ ഹെക്സൈൻ എടുത്തുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് ബെൻസീൻ ആണ്. ബെൻസീൻ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ്. ടെക്സ്റ്റ് ബുക്ക് നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ടോളുവിൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ്. ടോളുവിന്റെ സ്ട്രക്ചർ ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതാണ് ടോളുവിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. സോ ടോളുവിൻ വരയ്ക്കാനായിട്ട് നോക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പണി എണ്ണി നോക്കും, 7 കാർബൺ ഉണ്ട്. സോ 7 കാർബൺ ഉള്ളതുപോലെ സ്ട്രക്ചർ എടുത്താൽ മതി, ഹെപ്റ്റീൻ എടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് റിങ്ങിൽ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ. സോ 6 കാർബൺ തന്നെ നമുക്ക് വരണം. CH3 CH2 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 CH3. സോ 6 കാർബൺ തന്നെ നമ്മൾ എടുത്തു. ഇനി നോക്കുക, ഇനി എത്ര കാർബൺ റിമൈൻ ഉണ്ട്? 1. ആ ഒരു കാർബൺ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് എടുക്കണം. സോ ബ്രാഞ്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് കാർബണോ ലാസ്റ്റ് കാർബണോ ഒരിക്കലും ബ്രാഞ്ച് വരില്ല. സോ സെന്ററിലുള്ള കാർബൺസിൽ മാത്രമേ ബ്രാഞ്ച് വരുള്ളൂ. അപ്പൊ ഇതിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ബ്രാഞ്ച് ആയിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുക്കുകയാണ്. സോ ബാലൻസ് കറക്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് പകരം ആര് ഇടുകയാണ്? CH3. സോ 2 മീഥൈൽ ഹെക്സൈൻ ഞാൻ എടുത്തു എങ്കിൽ എനിക്ക് ഇവിടെ ജോയിനിങ് നടക്കും, അത് ടോളുവിനായിട്ട് കിട്ടുകയും ചെയ്യും. സോ അഗൈൻ സെയിം കണ്ടീഷൻസ് തന്നെയാണ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ത് തന്നെയാണ്? CH3 ഇങ്ങനെ കിട്ടും. ആ 2 കോമ്പൗണ്ട്സും സെയിം തന്നെയാണ് കേട്ടോ. ഇതിനെ അങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. സോ ഇത് തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് അരോമറ്റൈസേഷൻ അല്ലെങ്കിൽ റീഫോമിംഗ് എന്ന് പറയുന്നത്. നൗ റിയാക്ഷൻ വിത്ത് സ്റ്റീം. സ്റ്റീമിന്റെ കൂടെ ചേരുമ്പോൾ ഹൈഡ്രോകാർബൺസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ റിയാക്ഷൻ വിത്ത് സ്റ്റീം. നമുക്ക് മീഥേൻ തന്നെ എടുക്കാം. മീഥേൻ വാട്ടറിന്റെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. സോ ഈ റിയാക്ഷൻ നമ്മൾ ക്യാരി ചെയ്യുന്നത് 1273 കെൽവിനിലാണ്. ആൻഡ് ഇവിടെ നമുക്കൊരു കാറ്റലിസ്റ്റ് ആവശ്യമുണ്ട്. സോ ടെമ്പറേച്ചർ ഹൈ ആണ്, അതുകൊണ്ട് നമുക്ക് നിക്കൽ തന്നെ എടുക്കാം. ആൻഡ് ടെമ്പറേച്ചർ ഉണ്ട്, നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഹീറ്റിന്റെ സിമ്പിൾ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ കാർബൺ ഓക്സിജന്റെ കൂടെ ചേരും, എന്നിട്ട് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ആൻഡ് റിമൈനിങ് ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ടോട്ടൽ ആയിട്ട് 6 ഹൈഡ്രജൻ. സോ 3H2. സോ ഇങ്ങനെ നമുക്ക് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ആയിരിക്കും അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. സോ ഇങ്ങനെ നമ്മുടെ ആൽക്കെയിൻസ് എന്ന് പറയുന്നവർ സ്റ്റീമിന്റെ കൂടെ റിയാക്ട് ചെയ്യാറുണ്ട്. ഇനി ഇവിടെ ഫൈനലായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈറോളിസിസ് അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ്, ഇതും നമ്മൾ 10th പഠിച്ചത് തന്നെയാണ്. പൈറോളിസിസ് ഓർ തെർമൽ ക്രാക്കിംഗ്. പൈറോളിസിസ് എന്താണെന്ന് നോക്കിയാൽ ഹീറ്റിന്റെ പ്രസൻസിൽ നമ്മൾ ഹയർ ആൽക്കെയിൻസിനെ ബ്രേക്ക് ചെയ്ത് സ്മോളർ ആൽക്കെയിൻസ് ആക്കി മാറ്റുകയാണ്. സോ ഹയർ ആയിട്ടുള്ള ആളുകളെ ലോവർ ആക്കിയിട്ട് മാറ്റുകയാണ്. ഫോർ എക്സാമ്പിൾ C7H16 എടുക്കാം, നമുക്ക് ഹെപ്റ്റൈൻ തന്നെ എടുക്കാം. സോ ഹെപ്റ്റൈനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ പൈറോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എപ്പോഴും അറിയാം, പൈറോളിസിസ് ചെയ്ത് നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് കിട്ടും. അതിൽ ആൽക്കെയിനും ഉണ്ടാവും, ആൽക്കീനും ഉണ്ടാവും. സോ നമുക്ക് കിട്ടുന്ന വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ആണ്. അതിൽ 1-2 എക്സാമ്പിൾസ് ഞാൻ എഴുതി കാണിക്കാം. C3H8+ C4H8. പ്രൊപ്പൈനും കിട്ടും, ബ്യൂട്ടീനും കിട്ടും. അല്ലെങ്കിലോ C2H6+ C5H10. ഈഥൈനും കിട്ടും, പെൻറ്റീനും കിട്ടും. ഓർ CH4+ C6H21. മീഥൈൻ ആൻഡ് ഹെക്സീൻ. സോ ഇതിൽ വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും കിട്ടാം, മിക്സ്ചർ ആയിട്ടും കിട്ടാം. സോ പൈറോളിസിസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ് എ ഹയർ ആൽക്കെയിൻ ഈസ് ക്രാക്കഡ് ഇൻടു ഓർ ബ്രേക്ക്ഡ് ഇൻടു സ്മോളർ വൺസ്. സോ ഹീറ്റിന്റെ പ്രസൻസ് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ഇതാണ് പൈറോളിസിസ്. ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ മുമ്പ് ഇട്ട വീഡിയോയിൽ തന്നെ ഉള്ളതാണ്, നിങ്ങൾ അതുകൂടി ഒന്ന് നോക്കുക. ഇനി ആൽക്കെയിൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി നോക്കാം, കൺഫർമേഷൻസ്.